നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ജലദോഷം പിടിച്ചോ? 450 450 അല്ല, ഹരികൃഷ്ണൻ. ആ അങ്ങനെ പറഞ്ഞു ഗോപിക അച്ഛനും ഒക്കെ. ഇങ്ങനെ 450 ശല്യക്കാരെന്നൊക്കെ വിളിച്ച് ശീലായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോയതാ. ഇനി മുതൽ അത് മാറ്റി ചേട്ടാന്നൊക്കെ വിളിക്കേണ്ടി വരും അല്ലേ ശല്യക്കാര? നടക്കുന്ന വഴിയിൽ വെച്ച് പോലും കണ്ടുപോകരുതെന്നൊക്കെ പരസ്പരം ശപിച്ചതായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. അല്ല ആതിരെ, ഞാനൊരു പ്രധാന കാര്യം അങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനവിടെ ഒന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായൊരു കാര്യം. എന്തുകൊണ്ടാ അങ്ങനെ എന്നെ ഇഷ്ടായെന്ന് പറഞ്ഞത്? ഇഷ്ടം ആയതിനുള്ള കാരണമാണോ അറിയേണ്ടത്, അതോ ഇഷ്ടമായി എന്ന് പറഞ്ഞതിനുള്ള കാരണമാണോ അറിയേണ്ടത്? കാശെന്ന് പറഞ്ഞ ഭ്രാന്തായി നടക്കുന്ന എന്നെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല എന്നല്ലേ ഒരിക്കൽ എന്നോട് പറഞ്ഞത്? അതൊരു ശാപമാണെന്ന് ചേട്ടൻ ധരിച്ചു വെച്ചു. ഉപദേശമാണെന്ന് ഞാനും വിശ്വസിച്ചു. ഏതായാലും അന്ന് പറഞ്ഞതിനൊക്കെ സോറി. ആതിരയോട് ഞാനും കുറെ റഫായി സംസാരിച്ചു, അതിനും സോറി. കണ്ടോ, പരസ്പരം സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തതൊന്നാ, എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ കാരണം എന്താ? ചില കാര്യങ്ങളൊക്കെ കാരണമില്ലാതെ നടക്കും. അപ്പൊ എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞത് സത്യം തന്നെയാണല്ലേ? അതിന് പിന്നിൽ മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ല? ഇല്ല, പറയാനുള്ളത് എപ്പോഴും ആത്മാർത്ഥതയോടെ പറയണമെന്നാ എനിക്ക് എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിരിക്കട്ടെ, എന്നോടെന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്, പറയാനുണ്ട്. അതിനാണ് പ്രധാനമായി ഇങ്ങോട്ട് വന്നത്. അപ്പൊ പറയണം. പക്ഷേ ആതിരയുടെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ മനസ്സിലെ വാക്കുകളൊക്കെ ആവിയായി പോകുന്നു. അതെന്താ, എന്റെ മുഖത്തിന് അത്രയ്ക്കും ചൂടാണോ? ആ 450 രൂപയുടെ കാര്യത്തില് ഇതൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ഇപ്പൊ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്റെ ഫ്രണ്ട് അഭിലാഷിനെ ഞാൻ ഇങ്ങോട്ട് അയക്കാം. ആതിരയ്ക്ക് അറിയാലോ അവനെ. അഡ്രസ് മാറ്റിക്കാൻ ഓഫീസിൽ വന്നപ്പോ അയാളെ കണ്ടതാണല്ലോ. ഇപ്പൊ അപ്പുറത്ത് ഹാളിലിരിക്കുന്നതും കണ്ടു. എന്ത് ചോദിക്കാൻ ഒരു ചമ്മലും ഇല്ലാത്തവനവൻ. അവനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അത്